ഇതായിരുന്നു സ്പെഷ്യൽ. കഴിച്ചു നോക്കിയിട്ട് പറയാ എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ, മീൻകറിയായിരുന്നോ? ഇത് വേണ്ടേ? ഞാൻ വിചാരിച്ചു ചിക്കൻ കറിന്ന്. ആന്നാ നീ കഴിക്കുന്നത്. നിനക്ക് മീൻ കറിയത് ചിക്കൻ കറിയത് തിരിച്ചറിയാടി. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അല്ല വേണ്ട, നിനക്ക് ചിക്കൻ കറി അല്ലേ വേണ്ടത്? അല്ല മീൻ കറിയാലും ഇത് കൊടുക്കണ്ട. എടുക്കാൻ സമാനപ്പെടി പോവാ. അങ്ങനെ കൈ കിട്ടി കഴിഞ്ഞപ്പോ കിട്ടൂല. മാമന് കൊടുക്കണ്ടേ അപ്പൊ? അവള് തിന്നിട്ട് ഇത്ര മതി, പിന്നെ എടുക്കാം. കൊടുത്തല്ലോ ഭാഗ്യം. ഞാൻ കൊടുക്കും. അങ്ങനെ ഉണ്ട് ചേട്ടാ? അടിപൊളി. കൊള്ളാമോ പിങ്കി? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മാമ? കൊള്ളാം. ഇതൊന്നും എടുക്കണില്ല ആരും. ഇതൊന്നും എടുക്കണില്ല. അത് ചിലപ്പോ ഇങ്ങനെ പറന്നു വന്ന് വീണായിരിക്കും ചേട്ടാ. അത് കളഞ്ഞേക്കാം, കുഴപ്പമില്ല. ബാക്കി കഴി. പറന്നു പരുന്താ? എന്തോന്നും ചേട്ടാ, മുടി ലൈറ്റ് വെയിറ്റ് അല്ലേ, ചിലപ്പോ കാറ്റടിച്ചപ്പോ ഒന്ന് പറന്നു വന്ന് വീണായിരിക്കും. അതെടുത്ത് കളഞ്ഞല്ല, ബാക്കി കഴി. നിനക്ക് എത്ര നിസ്സാരോ? ചേട്ടാ ചേട്ടാ, അത് അറിഞ്ഞോണ്ട് ഞാൻ മുടി ഇടുന്നല്ലോ. അത് പറന്നു വന്ന് വീണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ വിശന്ന് രാവിലെ പോലെ ആഹാരം കഴിക്കാതിരിക്കണം അറിയാമോ? ഞാനും അങ്ങനെ തന്നെയല്ലോ. നീ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മുടി എടുത്തിട്ട് ഇതിന് എനിക്ക് കാണാൻ എന്തിന്? ചേട്ടാ ഇത് എന്തൊരു കഷ്ടം ഇത്. മകളെ കഴിക്കടാ, പോട്ടെ കഴി. അവള് മനഃപൂർവ്വം ചെയ്ത അച്ഛൻ കഴിക്കൂ. കഴിയടാന്ന് പറഞ്ഞാ കഴിക്കോ? എടുത്ത് കളഞ്ഞിട്ട് കഴിക്കല്ല പൊന്തിയെ. അവരൊക്കെ കഴിക്കുക തന്നെയല്ലേ. അപ്പൊ അവരൊക്കെ കൊണ്ടുകൊടു. കുറെ മുടിയും കുറെ ഞാൻ മര്യാദക്ക് ഞാൻ സംസാരിക്കുകയാണ്. ഇതുപോലെ ഓരോ സാധനം എനിക്ക് തരാണെങ്കിൽ എന്റെ ഗുണം മാറും കേട്ടോ. ഒരു മനുഷ്യനെ ഒരു ശകലം വൃത്തി വേണം. ശകലം എനിക്ക് അങ്ങനെ ഫോട്ടോ വയ്ക്കാൻ പറ്റില്ല. രാവിലെ കല്ല്, ഉച്ചക്ക് മറ്റേ മുടി, പിന്നെ രാത്രിയാകുമ്പോ ഇനി വിഷം ഒരുക്കി തരണം. വേണ്ട, എന്താ പറയുക, ഞാൻ ഇതിനോട്ട് ഒന്നും തരണില്ല. ഞാൻ തരണമൊന്നും ചേട്ടാ കഴിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ തരണ്ട. തരാതിരിക്കണം നല്ലത്. മുടി മറ്റേ പായല് മതി. ഇനി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പോ എപ്പോഴും ഓരോ കിലോ കാണല്ല. ഞാൻ എല്ലാവരും അടിച്ച് പൊട്ടിച്ചാൽ ദൂരെ കളഞ്ഞ. ഭ്രാന്താ മാമ അത്. എന്തൊരു ദേഷ്യമാണ് മാമ അത്. എന്തൊരു പറയാൻ. അപ്പച്ചി, മീൻകറി സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാടി. മനുഷ്യവിടെ എരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ കോംപ്ലിമെന്റ്സ്. നീ ആ അടുക്കളക്കകത്ത് കയറി വന്ന് കണ്ണളക്കി ഇട്ടപ്പോഴേ എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ തന്നെ ആവുന്നു. രാവിലെ നീ വന്ന് കണ്ണു വെച്ച് നമ്മൾ തമ്മിൽ അടിയായി. പിന്നെയും നീ വന്ന് കണ്ണു വെച്ച് ഇപ്പൊ ഇങ്ങനെ. എന്തൊരു ജന്മടി പിങ്കി നീ. അതിന് മീൻകറി കൊള്ളായില്ലല്ലോ. പോടി. ഇതിന് കാരണക്കാരി നീയാണ്. നീ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം. ഞാനാ? അങ്കിൾ എന്തോന്നൊക്കെ അങ്ങളെ പറഞ്ഞേ? അപ്പച്ചിക്ക് നല്ല വിഷമായ കേട്ടാ. പിന്നെ ചോറിനകത്ത് മുടിയെല്ലാം കൂടെ വാരിയിട്ടാ പിന്നെ വിഷമായ. എന്നാലും അങ്കിൾ ഇങ്ങനെയൊന്നും പറയണ്ടേ. അങ്ങനെയൊന്നും പറയാൻ ഞാൻ വിചാരിച്ചില്ലടി. പിന്നെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു. ചെറുതായിട്ട് ദേഷ്യപ്പെട്ടു. അത് കൊള്ളാതെ തന്നെ ചെറുതായിട്ട്. യോ, ഇനി വലുതായി ദേഷ്യപ്പെട്ട എന്തോ ആയിരിക്കും. കൂടിപ്പോയില്ലേ? ആ, നിന്റെ ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചോദിക്കുമ്പോ ഐഡിയ തരാം ഞാൻ ആര്. എന്നാ എന്റെ ഐഡിയ ഉണ്ട്. എന്തോന്ന് അങ്കിളെ? ശേ, പറഞ്ഞില്ലല്ലോ. അപ്പച്ചി അപ്പച്ചി പോട്ട്. അങ്ങനെ അല്ലടി. അപ്പച്ചി ഇങ്ങനെ ഇരിക്കണ ഒരു സുഖമില്ല. അപ്പച്ചി അപ്പച്ചി ചുമ്മാ എന്റെ പിങ്കി. കുഴപ്പമില്ല, ഞാൻ പിന്നെ ശരിയായിക്കോളൂ. ചിന്നുവായി കണ്ട വിട്. ഇല്ല ഇല്ല ചിന്നു ഇല്ല ഇല്ല ചിന്നു വേണ്ട, എന്റെ അടുത്ത് മിണ്ടണ്ട കേട്ടോ.
ഞാൻ സോറി പറയാം. വേണ്ട പറയണ്ട, ഞാൻ വൃത്തിയില്ലാത്തവളാണല്ലോ. ചേട്ടാ എങ്ങനെ ചേട്ടാ ഇങ്ങനെയൊക്കെ ചേട്ടൻ സംസാരിക്കാൻ തോന്നി എൻ്റെ അടുത്ത്? രാവിലെ പറഞ്ഞത് പോട്ട്, ഉച്ചയ്ക്ക് പറഞ്ഞ എല്ലാം എനിക്ക് നല്ല ഫീൽ ചെയ്തു കേട്ടോ. ചേട്ടാ അതിൽ നിന്ന് ഒരു മുടിയല്ലേ ചേട്ടന് കിട്ടിയുള്ളൂ. അതിന് എത്രയൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഞാൻ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കിയെന്ന് അറിയാമോ ചേട്ടന്? അതെനിക്ക് മനസ്സിലായി. എന്തോന്നും നല്ല മനസ്സിലായി. കറിയായിരുന്നു. അപ്പം മുടി കിട്ടിയോണ്ടല്ലേ എനിക്ക് ശ്രദ്ധ. കൊള്ളാം ചേട്ടാ. സോറി എന്ന്. എനിക്ക് നല്ല വിഷമമായി. ഞാൻ ചേട്ടനടുത്ത് ഇങ്ങനെയൊന്നും അടി ഉണ്ടാക്കാറില്ലല്ലോ. പൊതുവെ എനിക്കാണ് വഴക്കാളിന്ന് പേര് വരും. ഇപ്പൊ മിണ്ടൂല്ലേ? ഇപ്പൊ മിണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനല്ല, സ്നേഹത്തോടെ മിണ്ടൂല്ലേ? അതെനിക്ക് ചെറിയ വിഷമമുണ്ട്. ഞാൻ വിഷമം മാറ്റാൻ ഞാൻ ഇങ്ങനെ അതൊക്കെ ഉണ്ട്. അച്ഛ ഓർഡറി അതുണ്ടോ തോന്നുന്നു. വിളിച്ചോ. അപ്പോ എന്തോന്ന് പ്ലേറ്റ് അത് മനസ്സിലായി. ഇരി. എന്തോന്നത്? അയ്യോ, സാധാരണ നിന്റെ മുതൽ എക്സ്പ്രഷൻ വരേണ്ടത്. ഇങ്ങനെ സാത്വിക ഭാവം അടിച്ചിരിക്കണം. ചുമ്മാ ഇരിക്കാന്ന് വിചാരിച്ചു. ഈ ഐഡിയ കൊള്ളാം ചേട്ടാ. എന്തോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരേ ടൈം. ഞാനുണ്ടേ. കൊള്ളാം മക്കളെ. പിണക്കം മാറിയാ? എന്നാ പിണക്കം മാറിയതിന്റെ സന്തോഷത്തിൽ എനിക്ക് തന്നെ